ഗംഗാവലി പുഴയിൽ ഇനിയും ആഴത്തിൽ മുങ്ങിയാൽ തനിക്ക് ചിലപ്പോൾ തിരികെ വരാനാവില്ലെന്ന് ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായി തിരച്ചിൽ നടത്തുന്ന മാൽപ്പെ സംഘം തലവൻ ഈശ്വർ മാൽപ്പെ പറഞ്ഞു. നദിയിൽ അത്രക്കും ഒഴുക്കുണ്ട്. അടിയൊഴുക്കിന് 60 കിലോമീറ്റർ വേഗതയുമുണ്ട്. താൻ 7 തവണ നദിയിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ആഴത്തിൽ വൈദ്യുത തൂണിൻ്റെ സ്റ്റേ വയർ മരത്തിൽ ചുറ്റിക്കിടക്കുന്നുണ്ടായിരുന്നു. മരകഷ്ണങ്ങളുമുണ്ട്. ചെളിയും മണ്ണും മൂടിക്കിടക്കുന്ന അവയുടെ അകത്തേക്ക് കയറാൻ ഇപ്പോൾ കഴിയില്ല. ലോറി അതിനകത്തുണ്ടെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അകത്ത് കയറണം. പ്രയാസപ്പെട്ട് കയറിയാൽ താൻ തിരികെ വരണമെന്നില്ലെന്നും മാൽപ്പെ പറഞ്ഞു. ഗംഗാവലിയുടെ രൗദ്രത്തിൽ തന്നെയാണ് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്നും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ പറഞ്ഞു. അതേസമയം ഗംഗാവലി പുഴയിൽ ഇന്നും അർജുനായി തിരച്ചിൽ തുടരുകയാണ്. നാവികസേനയെ കൂടാതെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധരായ മാൽപ്പെ സംഘവും ശനിയാഴ്ച തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ നദിയിൽ ലോറിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടില്ല. കനത്ത അടിയൊഴുക്കും കലങ്ങിയൊഴുകുന്ന വെള്ളവും മോശം കാലാവസ്ഥയുമാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നത്. ജൂലൈ 16-നാണ് ദേശീയപാത 66-ൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ലോറി ഡ്രൈവർമാർ വാഹനം നിർത്തി വിശ്രമിക്കുന്ന മേഖലയാണ് വൻതോതിൽ മണ്ണിടിഞ്ഞ് തകർന്നത്. 12-ലേറെ പേർ സംഭവത്തിൽ മരിച്ചിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കാണാതായ അർജുൻ മണ്ണിനടിയിലുണ്ടാകുമെന്ന നിഗമനത്തിൽ ദിവസങ്ങളോളം മണ്ണ് മാറ്റി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് നദിയിൽ ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ 4 പോയിന്റുകളിൽ ലോഹവസ്തുവിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇവിടം കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ തുടരുന്നതും. അതേസമയം 20 വർഷത്തിനിടെ ഇത്രയും ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തിയിട്ടില്ല എന്നാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്. നദിയിൽ അർജുന്റെ ലോറിയുണ്ടോ എന്നറിയില്ല. അടിത്തട്ടിൽ ചെളിയും കല്ലും നിറഞ്ഞിരിക്കുകയാണ്. ഇരുമ്പ് കമ്പികളും തകര ഷീറ്റുകളുമാണ് 4-മത്തെ പോയിന്റിൽ. സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് രക്ഷാദൗത്യം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാൽപ്പയുടെ ദൗത്യത്തിൽ ഉത്തരവാദിത്തമുണ്ടാകില്ലെന്നാണ് നാവികസേനയുടെ ഭാഷ്യം. മാൽപ്പയുടെ നേതൃത്വത്തിൽ 8 മുങ്ങൽ വിദഗ്ധർ ശനിയാഴ്ച ഗംഗാവലി നദിയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിരുന്നു. പ്രാഥമിക തെരച്ചിലിനിടെ മാൽപ്പയിൽ ഘടിപ്പിച്ച കയർ പൊട്ടിയെങ്കിലും സഹരക്ഷാപ്രവർത്തകർ അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് വലിച്ചിഴച്ചു. മുങ്ങൽ വൈദഗ്ധ്യത്തിന് പേര് കേട്ട മാൽപ്പെ ദുരിതത്തിലായ നിരവധി ആളുകളെ രക്ഷിക്കുകയും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ജലാശയങ്ങളിൽ നിന്ന് 100 കണക്കിന് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നാവികസേനയുടെ സ്കൂബ ഡൈവിംഗ് ടീം കഴിഞ്ഞ 3 ദിവസമായി പരിശ്രമിച്ചിട്ടും നദിയുടെ ശക്തമായ അടിയൊഴുക്ക് 7 നോട്ടുകൾക്ക് മുകളിലെത്തിയ മുങ്ങൽ വിദഗ്ധർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്ന നദീതടത്തിലെ ദൃശ്യപരതയും മോശമായി തുടരുന്നു. ഇത് അർജുന്റെ ട്രക്കിന്റെ ക്യാബിൻ കണ്ടെത്തുന്നതിൽ വഴി തടസ്സമായി മാറുകയാണ്. തീരത്ത് നിന്ന് ഏകദേശം 132 മീറ്റർ അകലെ നദിയുടെ മധ്യഭാഗത്തായാണ് ട്രക്ക് എന്ന് അനുമാനിക്കപ്പെടുന്നു.